എറണാകുളം മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തകന് നേരെ ആക്രമണമുണ്ടായി. SFI പ്രവർത്തകരാണ് ആക്രമിച്ചത്. 3ാം വർഷ BCom വിദ്യാർത്ഥിയും യൂണിയൻ പ്രതിനിധിയുമായ അഫാമിന് നേരെയാണ് ഇന്നലെ രാത്രിയിൽ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ SFI നേതാവ് അടക്കം 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന് സമീപത്ത് ചായ കുടിക്കാൻ പോയ 3ാം വർഷ BCom വിദ്യാർത്ഥിയും KSU യൂണിയൻ പ്രതിനിധിയുമായ അഫാമിനെയാണ് ബൈക്കിലെത്തിയ SFI പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ചത്. കത്തികൊണ്ട് മുഖത്ത് പരിക്കേൽപ്പിക്കുകയും ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് ശരീരമാസകലം അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നാണ് അഫാം പോലീസിന് നൽകിയ മൊഴി. അപസ്മാരം വന്ന് നിലത്ത് വീണിട്ടും മർദ്ദനം തുടർന്നതായും അഫാം പറഞ്ഞു. സെക്രട്ടറി നന്ദകുമാർ SFIന്റെ മൂപ്പര് കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ച് നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്മെല്ലുണ്ടായിരുന്നു മദ്യത്തിൻ്റെ. കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച്. പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ ആർക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ തട്ടി മാറ്റി ഞാൻ ഓടാൻ നോക്കി. മൂപ്പരെ തട്ടി മാറ്റിയത് തന്നെ മൂപ്പര് അത് കത്തി വീശി എൻ്റെ അടുത്ത് നേരെ വീശി. അതിൽ ഇവിടെ ചെറുതായിട്ട് കത്തി വരഞ്ഞ്. ഭാഗ്യം കൊണ്ടാണ് ഒന്നും പറ്റാൻ ഇവിടെ ഇങ്ങനെ വരഞ്ഞു പോയി. അപ്പോൾ ഞാനപ്പം തന്നെ അതിൽ നിലത്ത് വീണ്. അപ്പോൾ ഈ പറ്റിയടുത്ത് തന്നെ വേറെ അവിടുത്തെ കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ട്, ജോയൽ ബാബു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു കരിങ്കല്ലുകൊണ്ട് ഒരു ഹോളോ ബ്രിക്സ് അങ്ങനത്തെ ഒരു കല്ലുകൊണ്ട് നേരെ വന്ന് അവിടെ ഇടിക്കുകയുണ്ടായത്. SFI നേതാവ് നന്ദകുമാർ, അർജുൻ അടക്കമുള്ളവരാണ് ആക്രമിച്ചതെന്ന അഫാമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പേർക്കെതിരെ വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. നന്ദകുമാറിനെ 1ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ അഫാം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.